നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോഴിക്കോട്ട് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉപവാസം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ബിജെപി ദേശീയ പ്രസിഡന്റ് JP നഡ്ഡ കോഴിക്കോട്ട്. പ്രാർത്ഥനകളിൽ പ്രാധാന്യത്തോടെ മുസല്ല. അന്യരെ സ്നേഹിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണമെന്ന് എഴുത്തുകാരൻ PR നാഥൻ. കോംട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സൗജന്യ നേത്ര ചികിത്സാ വിഭാഗം പ്രയാണം തുടങ്ങി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ആം ആദ്മി പാർട്ടി ദേശീയ അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോഴിക്കോട്ട് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസം. ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് ദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. LDF UDF സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി ദേശീയ അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടത്തിയ ഉപവാസം പ്രസിഡന്റ് അഭിലാഷ് ദാസ് ഉദ്ഘാടനം ചെയ്തു. സ്ഥാനാർത്ഥികളായ MK രാഘവൻ, എളമരം കരീം, KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്, ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, LDF ജില്ലാ കൺവീനർ മുക്ക മുഹമ്മദ്, CPI ജില്ലാ സെക്രട്ടറി KK രാജൻ, നിജേഷ് അരവിന്ദ്, P കിഷൻ ചന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. അതുകൊണ്ട് കെജ്രിവാളിനെ അകത്തിട്ടാൽ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ തകരും എന്നാണ് BJP കരുതിയെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു. ഡൽഹിയിൽ അതിശക്തമായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് സഖ്യവും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റും പിടിച്ചെടുക്കാൻ തീരുമാനിച്ച പശ്ചാത്തലം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് തങ്ങൾക്കെതിരായി ആര് നിൽക്കുന്ന ചോദ്യം അവരെല്ലാം സർക്കാർ മിഷണറി ഉപയോഗിച്ചുകൊണ്ട് ED, CBI, ഇൻകം ടാക്സ് എല്ലാവരെയും ആളുകൾ അപമാനിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ പ്രതിപക്ഷ നേതാക്കളെല്ലാം അപമാനിച്ചുകൊണ്ട് ജയിലിലടക്കുന്ന രാഷ്ട്രീയത്തിൽ ഒരിക്കലും പാലിക്കപ്പെടാൻ പാടില്ലാത്ത ചില പുത്തൻ പ്രവണതകൾ 10 വർഷമായി ഇന്ത്യ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് 60 വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ്. ഞങ്ങൾ ഒരിക്കലും രാഷ്ട്രീയ എതിരാളികളെ സർക്കാർ മിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും അവരാരെയും അകത്താക്കാൻ ശ്രമിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി BJP ദേശീയ പ്രസിഡന്റ് JP നഡ്ഡ കോഴിക്കോട്ടെത്തി. നിരവധി പ്രവർത്തകർ അണിനിരന്ന റോഡ് ഷോ എരഞ്ഞിപ്പാലത്തു നിന്നും ആരംഭിച്ച് മുതലക്കുളത്ത് സമാപിച്ചു. ബഹുമാന്യരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികൾ, ഓർക്കുക, ഇതൊരു പോരാട്ടമാണ്. അക്രമ രാഷ്ട്രീയത്തിന്റെ അംഗക്കലിയുടെ അടിമത്ത മനോഭാവത്തിന്റെ അധികാര വിപ്ലവമല്ല. നഡ്ഡയെ പുഷ്പകിരീടമണിയിച്ചും പൊന്നാട അണിയിച്ചുമാണ് സ്ഥാനാർത്ഥി MT രമേശും ജില്ലാ പ്രസിഡന്റ് VK സജീവനും ചേർന്ന് സ്വീകരിച്ചത്. നരേന്ദ്രമോദിയുടെയും K സുരേന്ദ്രന്റെയും ചിത്രങ്ങൾ പതിച്ച പുഷ്പാലങ്കൃത വാഹനത്തിൽ JP നഡ്ഡയും PK കൃഷ്ണദാസും MT രമേശും VK സജീവനും അടങ്ങുന്ന സംഘം റോഡ് ഷോ നടത്തി. ആവേശത്തോടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പങ്കാളികളായത്. നാസിക് ഡോലും പരമ്പരാഗത കലാരൂപങ്ങളും റോഡ് ഷോയിൽ അണിനിരന്നു.
റാലി മാവൂർ റോഡിലൂടെ രാജാജി റോഡിലേക്ക് കടന്ന് സ്റ്റേഡിയം വലം വെച്ച് പാവമണി റോഡിലൂടെ കമ്മീഷണർ ഓഫീസിനുമപ്പുറം മുതലക്കുളം മൈതാനിയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇസ്ലാം മത വിശ്വാസികൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിലത്ത് വിരിക്കുന്ന പരവതാനിയാണ് മുസല്ല. തുണി ഉപയോഗിച്ചും നൂലുകൊണ്ട് നെയ്തും നിർമ്മിക്കുന്ന ഇത്തരം പായകളിൽ കത്തബയും മഹത് വചനങ്ങളും ആലേഖനം ചെയ്തിരിക്കും. മുസ്ലിം മതവിശ്വാസികൾ നോമ്പിന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ തന്നെ പ്രാർത്ഥനകളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കും പ്രാധാന്യം നൽകാറുണ്ട്. നിസ്കാരത്തിൽ പ്രധാനപ്പെട്ടതാണ് മുസല്ല എന്നറിയപ്പെടുന്ന നിസ്കാരപ്പായ. ചിത്രപ്പണികൾ ഉള്ളതും ഇല്ലാത്തതുമായ നിരവധി മുസല്ലകൾ വിപണിയിലെത്തി. തുർക്കിയിൽ നിന്നുമാണ് മുസല്ലകൾ വരുന്നത്. ചിത്രപ്പണികൾ ഉള്ളതിനേക്കാൾ ആവശ്യക്കാർ കൂടുതൽ ഒറ്റ നിറത്തിലുള്ളതിനാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഇനി റംസാനിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മുസല്ല വീടുകളിലേക്ക് ഉപയോഗിക്കുന്നത്. കൂടാതെ പള്ളികളിലേക്കൊക്കെ വാങ്ങുന്നുണ്ട്. പിന്നെ വീടുകളിൽ ഇതേമാതിരി വലിയ നിസ്കരിക്കുന്ന റൂമിലേക്ക് വലിയ മുസല്ല വരുന്നുണ്ട്. പിന്നെ റംസാൻ അല്ലാതെ ഈ ഹജ്ജ് പെരുന്നാളിന് ആളുകൾ ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ ഗിഫ്റ്റായിട്ട് ഈ മുസല്ല കൊടുക്കുന്നുണ്ട്. ആ സമയത്തും ഇതിന് ലേശം മാർക്കറ്റിൽ ഡിമാൻഡാണ്. തുർക്കി മുസല്ലക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് പ്ലെയിൻ മുസല്ലയാണ്. ആളുകൾ ഈ ചിത്രങ്ങളൊന്നും പറ്റില്ല നിസ്കരിക്കുന്നതിന് വേണ്ടി മുസല്ല പ്ലെയിനാണ് ആളുകൾ കൂടുതലും ചോദിച്ചു വരാറുണ്ട്. അത് മാർക്കറ്റിൽ ഡിമാൻഡാണ്. ചെറിയ ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നവ വീടുകളിലും വലിയത് പള്ളികളിലും ഉപയോഗിക്കുന്നു. ഹജ്ജ് ചെയ്ത് തിരിച്ചെത്തിയാൽ മറ്റുള്ളവർക്ക് മുസല്ലകൾ സമ്മാനമായി നൽകുന്ന പതിവും ഉണ്ട്. അതിനാൽ റംസാനിൽ മാത്രമല്ല മറ്റുള്ള മാസങ്ങളിലും മുസല്ലയ്ക്ക് വിൽപ്പനയുണ്ട്. 120 രൂപ മുതലാണ് മുസല്ലകളുടെ വില. പ്രാർത്ഥനകൾ പൂർണ്ണതയിലെത്താൻ എല്ലാത്തിനുമെന്ന പോലെ നിസ്കാരപ്പായകളും പ്രധാനപ്പെട്ടതാണ് വിശ്വാസികൾക്ക്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്യരെ സ്നേഹിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണമെന്ന് എഴുത്തുകാരൻ PR നാഥൻ സദയം ചാരിറ്റബിൾ ട്രസ്റ്റ് ബോച്ചെ അവാർഡ് KPM ഭരതന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ മികച്ച ജീവകാരുണ്യ പ്രവർത്തകനുള്ള സദയം ചാരിറ്റബിൾ ട്രസ്റ്റ് ബോച്ചെ അവാർഡ് വിമുക്ത ഭടനും ചെറുവറ്റ സ്വദേശിയുമായ KPM ഭരതന് സമർപ്പിച്ചു. 4 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മെമന്റോയും അടങ്ങിയതാണ് അവാർഡ്. സാഹിത്യകാരൻ PR നാഥൻ പുരസ്കാരം കൈമാറി. ഒരു വ്യക്തിയുടെ കയ്യിൽ എന്തുണ്ട് എന്ന് നോക്കിയല്ല, അയാൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്യുന്നു എന്ന് നോക്കിയാണ് ആദരിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരാൾ നല്ല കർമ്മങ്ങൾ ഇങ്ങനെ അംഗീകാരം കിട്ടും വിചാരിച്ച് ചെയ്യാറില്ല. അവരുടെ വാസനയാണത്. അതുകൊണ്ട് ഈ അവാർഡ് കൂടുതൽ മഹത്തരമായിട്ട് വരുന്നുണ്ട്. ഏതൊരു കാര്യവും നമ്മൾ ജീവിതത്തിൽ ഇന്ന് കൂടിയതൊക്കെ ചിന്തിക്കണം. ഒരു വ്യക്തിയുടെ കയ്യിൽ എന്തുണ്ട് നോക്കിയല്ല ആ വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്നു. എൻ്റെ പോക്കറ്റിൽ എത്ര കോടിക്കണക്കിന് രൂപയുണ്ട് നോക്കിയാണോ ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നു? അല്ല, ഞാൻ മറ്റുള്ളവർക്ക് എന്ത് കൊടുത്തു, ഇതാണ്. ജില്ലയിലെ മുതിർന്ന അംഗനവാടി പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങ് സിനിമാ നടൻ വിജയൻ കാരന്തൂർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ട്രസ്റ്റ് ചെയർമാൻ MK രമേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. FR പ്രൈം ചാരിറ്റബിൾ ഫൗണ്ടേഷൻ നൽകുന്ന വീൽ ചെയർ പ്രൈം ആശുപത്രി ഫിനാൻസ് മാനേജർ K റഫീഖ് കൈമാറി. മെഡിക്കൽ ഉപകരണങ്ങൾ ജീവകാരുണ്യ പ്രവർത്തകൻ സുനിൽ മുതുവന നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MA മലയാളം വിത്ത് ജേർണലിസം പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അതുല്യ S-നെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് അംഗം CM ബൈജു, വർക്കിംഗ് ചെയർമാൻ സർവദമനൻ കുന്നമംഗലം, സാംസ്കാരിക പ്രവർത്തകൻ ശ്രീനിവാസൻ ചെറുകുളത്തൂർ, യോഗാചാര്യൻ PV ഷേഗീഷ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്കു ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The Chennai Silks Ramzan and Vishu Festival Sales Exhibition 5-4-2024 മുതൽ 13-4-2024 വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 9 മണി വരെ സിറ്റി ഹൗസ് YMCAക്ക് സമീപം കണ്ണൂർ റോഡ്, കോഴിക്കോട്. The Chennai Silks. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
The Chennai Silks Ramzan and Vishu Festival Sales Exhibition 5-4-2024 മുതൽ 13-4-2024 വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 9 മണി വരെ സിറ്റി ഹൗസ് YMCA ക്ക് സമീപം കണ്ണൂർ റോഡ് കോഴിക്കോട്. The Chennai Silks. വാർത്തകൾ തുടരുന്നു. വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്നവരെ സഹായിക്കുന്നതിനായി സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പുതിയ വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചു. വിഷുക്കണി എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കണിയൊരുക്കി സേവ് ഗ്രീൻ ഓഫീസിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ NM ഷീജ നിർവഹിച്ചു. സഹകരണ വിഷുക്കണി ഒരുക്കിയാണ് സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വായ്പാ പദ്ധതിക്ക് തുടക്കമിട്ടത്. അംഗങ്ങൾ വീട്ടുവളപ്പിൽ ഉൽപ്പാദിപ്പിച്ച ചക്ക, മാങ്ങ, ചീര, കപ്പ, ചാമ്പ, മാങ്ങാഞ്ചി, ഇളനീർ തുടങ്ങിയ ജൈവ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തിയാണ് വിഷുക്കണി ഒരുക്കിയത്. സേവ് ഗ്രീൻ ഓഫീസിൽ സഹകരണ സംഘം ഡെപ്യൂട്ടി രജിസ്ട്രാർ NM ഷീജ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സഹകരണ സ്ഥാപനം എന്നുള്ള നിലയിൽ വളരെ മികച്ച ഒരു പ്രവർത്തനമാണ് ഈ വർഷം സൊസൈറ്റി കാഴ്ചവെച്ചത് എന്ന് പറഞ്ഞു. സൊസൈറ്റിയുടെ ഒരു പ്രവർത്തനവും അതിൻ്റെ തിരിച്ചടവും കുടിശ്ശിക പിരിവും ഒക്കെ കണക്കാക്കിയിട്ടായിരിക്കും പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു നേട്ടം അതിൻ്റെ എല്ലാ ക്രെഡിറ്റും ഈ സൊസൈറ്റിയുടെ മെമ്പർമാർക്കാണുള്ളത്. അതേപോലെ തന്നെ ശരിയായ ദിശയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭരണസമിതിയുടെ നിർദ്ദേശങ്ങൾ അതേപോലെ തന്നെ പ്രാവർത്തികമാക്കാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തുന്ന ജീവനക്കാരൻ. പരിപാടിയിൽ സേവ് ഗ്രീൻ പ്രസിഡന്റ് MP റിജിൽ കുമാർ അധ്യക്ഷത വഹിച്ചു. സഹകരണ പഠന സഹായി വായ്പാ പദ്ധതിയുടെ ബ്രോഷർ അപ്പെക്സ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു പ്രകാശനം ചെയ്തു. സേവ് ഗ്രീൻ ഡയറക്ടർ മുകുന്ദൻ PP ഭദ്രദീപം തെളിയിച്ചു. ലൂമിനസ് ഡ്രസ്സസ് ഉടമ മുരളീധരൻ, കേരള ഹെൽത്ത് സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഡയറക്ടർ ഐസക് ഡാനിയേൽ, നിഷ മോൾ, റജി, ഹരികൃഷ്ണൻ, സേവ് ഗ്രീൻ സെക്രട്ടറി രാഗി രാജൻ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് രാജ്യാന്തര ആഭ്യന്തര സർവീസുകളുടെ എണ്ണം കൂട്ടി. കരിപ്പൂരിൽ നിന്നും ആഴ്ചതോറുമുള്ള സർവീസുകളുടെ എണ്ണം 77-ൽ നിന്നും 87 ഉയർത്തിയതായി എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. കോഴിക്കോട് റാസൽ ഖൈമ സർവീസ് ആഴ്ചയിൽ 5 ആകും. നിലവിൽ 2 സർവീസുകളാണ് ഉള്ളത്. കോഴിക്കോട് ദമാം സർവീസിന് എല്ലാ ദിവസവും ഉണ്ടാകും. നിലവിൽ ആഴ്ചയിൽ 5 സർവീസുകളാണ് ഉള്ളത്. പുതുതായി ആരംഭിച്ച ബംഗളൂരു സർവീസും ഇനി എല്ലാ ദിവസവും ഉണ്ടാകും. മാർച്ച് 28 മുതൽ സമ്മർ ഷെഡ്യൂൾ ആരംഭിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവീസുകൾ കോഴിക്കോട്ട് കേന്ദ്രീകരിച്ച് പ്രഖ്യാപിച്ചിരുന്നില്ല. ചില സർവീസുകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഷെഡ്യൂൾ കോഴിക്കോടിന് പ്രതീക്ഷ നൽകുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോർപ്പറേഷൻ നടപ്പാക്കുന്ന ജല സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പശുക്കുളം നവീകരണ പ്രവർത്തികൾ ആരംഭിച്ചു. നഗരസഞ്ചയ പദ്ധതിയിൽ 1 കോടി രൂപ ചെലവിട്ടാണ് ബേപ്പൂരിലെ പ്രധാന ജലസ്രോതസ്സായ കുളം സംരക്ഷിക്കുന്നത്. ചെളി നീക്കം ചെയ്ത കുളത്തിൽ പടികൾ നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്. പശുക്കുളത്തിലെ പുല്ലും പായലും നീക്കി ആഴം കൂട്ടുന്നതിനോടൊപ്പം 3 വശങ്ങളിൽ പടികളും നിർമ്മിക്കും. കരയിൽ കൈവരി സ്ഥാപിക്കാനും ചുറ്റുപാടും പൂട്ടുകട്ട പാകി നടപ്പാത ഒരുക്കാനും പദ്ധതിയുണ്ട്. പശുക്കുളം ആശ്രയിച്ചുള്ള 3 ജലപദ്ധതി കിണറുകളും ചുറ്റുമതിൽ പണിത് സംരക്ഷിക്കും. കരയിൽ ലഭ്യമായ ഭൂമി പ്രയോജനപ്പെടുത്തി മോടികൂട്ടി ഭാവിയിൽ മിനി പാർക്ക് നിർമ്മിക്കാനും ലക്ഷ്യമുണ്ട്. കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം നേതൃത്വത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. മഴയ്ക്ക് മുൻപ് പണികൾ പ്രവൃത്തി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 1 ഏക്കറോളം വ്യാപ്തിയുള്ള പശുക്കുളത്തിന് ചുറ്റുപാടും കാട് പടർന്ന് കിടപ്പായിരുന്നു. സമീപത്തെ മരങ്ങളിൽ നിന്നും ഇലകൾ വീണും വെള്ളം അഴുകി ഉപയോഗരഹിതവുമായി. നവീകരണത്തോടെ ഈ ദുരിതാവസ്ഥയ്ക്കാണ് പരിഹാരമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നേത്ര ചികിത്സാ രംഗത്ത് 25 വർഷത്തെ സേവനം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി കോംട്രസ്റ്റ് കണ്ണാശുപത്രി സൗജന്യ നേത്ര ചികിത്സാ വിഭാഗം വിപുലീകരിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് സഞ്ചരിക്കുന്ന നേത്ര ചികിത്സാ ക്ലിനിക്ക് പ്രയാണം തുടങ്ങി. ആശുപത്രി ചെയർമാൻ ഡോക്ടർ KK വർമ്മ ഫ്ലാഗ് ഓഫ് ചെയ്തു. നേത്ര ചികിത്സയ്ക്കുള്ള എല്ലാ ഉപകരണങ്ങളും സജ്ജമാക്കിയ വാഹനമാണ് സൗജന്യ സേവനത്തിനായി ഒരുക്കിയത്. പല നേത്രരോഗങ്ങളും തുടക്കത്തിലെ കണ്ടുപിടിക്കുക, അന്ധതയെ പരമാവധി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൊബൈൽ ഐ ക്ലിനിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
കോംട്രസ്റ്റിന്റെ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പുകൾ സാധാരണയായി ഞായറാഴ്ചകളിലും മറ്റ് അവധി ദിവസങ്ങളിലുമായാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരേപോലെ മൊബൈൽ ഐ ക്ലിനിക്കിന്റെ സൗജന്യ സേവനം റെസിഡൻസ് അസോസിയേഷൻ, മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സഹകരണത്തോടെ അതാത് പ്രദേശത്ത് ലഭ്യമാക്കും. തിമിര ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് സൗജന്യമായും ചെയ്യും. ഒരു മിനി ഐ ഹോസ്പിറ്റൽ എന്ന ഒരു സിസ്റ്റമാണ്. എന്ന് വെച്ചാൽ നമുക്ക് പേഷ്യൻറ്റിന് ആവശ്യമായിട്ടുള്ള കാഴ്ച പരിശോധനയുൾപ്പെടെ മെഷീൻ വെച്ചിട്ടുള്ള പരിശോധന, സ്ലിറ്റ് ലാമ്പ് എക്സാമിനേഷൻ എന്നിവ ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ പറ്റുകയാണെങ്കിൽ എല്ലാ ദിവസവും ഈ റെസിഡൻസ് അസോസിയേഷൻസ്, കോളേജ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സൊസൈറ്റികൾക്കും നമ്മൾ ഈ ഒരു സേവനം നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്. ക്യാമ്പിലൂടെ നമ്മൾ കണ്ണടകളൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ ക്യാമ്പിലൂടെ വരുന്ന പേഷ്യൻസിന് തിമിര ശസ്ത്രക്രിയ ആവശ്യമാണെങ്കിൽ സൗജന്യ തിമിര ശസ്ത്രക്രിയയും മറ്റ് അനുബന്ധ ചികിത്സകളും സൗജന്യമായിരിക്കും. കോംട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണാശുപത്രി ചെയർമാൻ ഡോക്ടർ കെ വർമ്മ വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. ആശുപത്രി ട്രസ്റ്റിമാരായ ടി ദാസൻ, MG ഗോപിനാഥ്, അങ്കാരത്ത് നന്ദകുമാർ, അഡ്വക്കേറ്റ് സുനീഷ് മാമിയിൽ എന്നിവരും ജനറൽ മാനേജർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ KVM അഷ്റഫ്, സെക്രട്ടറി TO രാമചന്ദ്രൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The Chennai Silks Ramzan and Vishu Festival Sales Exhibition 5-4-2024 മുതൽ 13-4-2024 വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 9 മണി വരെ സിറ്റി ഹൗസ് YMCA സമീപം കണ്ണൂർ റോഡ്, കോഴിക്കോട്. The Chennai Silks. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The Chennai Silks Ramzan and Vishu Festival Sales Exhibition 5-4-2024 മുതൽ 13-4-2024 വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 9 മണി വരെ സിറ്റി ഹൗസ് YMCA സമീപം കണ്ണൂർ റോഡ്, കോഴിക്കോട്. The Chennai Silks. വാർത്തകൾ തുടരുന്നു. കാജുകാഡോ കരാട്ടെ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമി ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുത്തു. കൗൺസിലർ V മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. അക്കാദമി സാരഥികൾ നേതൃത്വം നൽകി. കാജുകാഡോ കരാട്ടെ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമി വെസ്റ്റ് ഹില്ലിന്റെ ആഭിമുഖ്യത്തിൽ റംസാൻ 27-ന് ഇഫ്താർ സംഗമം നടത്തി. മതസൗഹാർദ്ദ വേദിയായി മാറിയ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ വ്യക്തികൾ സംഗമത്തിൽ പങ്കെടുത്തു. 100-ലേറെ ആളുകളാണ് സംഗമത്തിൽ എത്തിയത്. കൗൺസിലർ VK മോഹൻദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മാതൃക സൃഷ്ടിച്ചിട്ടുള്ള കാജുകാഡോ മാർഷൽ ആർട്സിനെ പ്രത്യേകം അഭിനന്ദിക്കുക. കേരളം പോലെ സംസ്ഥാനത്ത് നമുക്ക് ഇങ്ങനെ കൂടിയിരുന്ന് ഏത് ആഘോഷങ്ങളും ആഘോഷിക്കാനുള്ള സാഹചര്യം കേരളത്തിനകത്തുണ്ട്. അത് പരിപൂർണ്ണ ഉപയോഗപ്പെടുത്തുന്ന ലോകത്തിലേക്ക് ഇത്തരം ആഘോഷങ്ങൾ നമ്മൾ മാറ്റിയെടുക്കുകയാണ്. എല്ലാ ഭാരതീയരും സഹോദരധർമ്മങ്ങൾ പഠിപ്പിക്കുന്ന നമുക്ക് തന്നെ ഭാരതത്തിലെ ചില ഭാഗങ്ങളിൽ കാണുന്ന ചില പ്രശ്നങ്ങൾ ആശങ്കാകുലരാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരം ഒരു വിരുന്ന് ഒരുക്കുന്നത്. യോഗത്തിൽ CK രേണുക അധ്യക്ഷയായിരുന്നു. കബീർ സലാല, പത്മനാഭൻ, ഫൈസൽ രാജ്, രാജു മപ്പാല, ഗ്രാൻഡ് മാസ്റ്റർ M ദിലീപ് കുമാർ, റൻഷി CP രാഗേഷ്, സെൻസായി ദിൽജിത്ത് മപ്പാല, സംബായി ഹർഷാദ് NP, സെൻസായി CP രമേശൻ, പ്രസന്ന ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫിറ്റ്നസ് രംഗത്ത് മാറ്റങ്ങളുമായി ഡിസൈപ്പിൾ ആപ്ലിക്കേഷൻ സജ്ജമായതായി സാരഥികൾ പറഞ്ഞു. ഹോട്ടലുകളും ഫുഡ് ഡെലിവറികളും ബുക്ക് ചെയ്യുന്നത് പോലെ ഉപഭോക്താക്കളുടെ ഇഷ്ടമനുസരിച്ച് എവിടെയും ഫിറ്റ്നസ് സെന്ററുകളും ഈ ആപ്പിലൂടെ ബുക്ക് ചെയ്യാം. ആപ്പിന്റെ ലോഗോ വാർത്താ സമ്മേളനത്തിൽ പ്രകാശനം ചെയ്തു. നമ്മൾ സ്വിഗ്ഗി ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഓയോ നമ്മൾ റൂം ബുക്ക് ചെയ്യുന്നില്ലേ, അപ്പൊ അതുപോലെ നിങ്ങൾക്ക് നിയറസ്റ്റ് ഫിറ്റ്നസ് സെന്റേഴ്സിനെ കാണാനും അതിൽ ബുക്ക് ചെയ്യാനും സാധിക്കും. അതുകൂടാതെ നമ്മളെ ആപ്പ് ത്രൂ നിങ്ങൾ ഒരു ഫിറ്റ്നസ് പ്ലാൻ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് സെന്ററിൽ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് അങ്ങോട്ട് റിവാർഡ് തരുന്നതായിരിക്കും. ആ റിവാർഡ് പോയിന്റ്സ് നിങ്ങൾക്ക് നിയറസ്റ്റ് ഷോപ്പുകളിൽ പോയിട്ട് റിഡീം ചെയ്യാൻ പറ്റും. അപ്പം ഇതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളൊരു സോഷ്യൽ അവയർനെസ് ക്യാമ്പയിനും കാര്യങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. ഡിസൈപ്പിൾ ആപ്പ് ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് അനായാസം ഫിറ്റ്നസ് സെന്ററുകൾ കണ്ടെത്താനും
വൺ ഡേ ജിം ബുക്ക് ചെയ്യാനും ക്ലാസുകൾ ഷെഡ്യൂൾ ചെയ്യാനും ഡയറ്റ് പ്ലാനുകൾ ആക്സസ് ചെയ്യാനും കഴിയും. ഫിറ്റ്നസ് കാത്തുസൂക്ഷിക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകും. ഫിറ്റ്നസ് വിദഗ്ധൻ നജീബ്, പ്രോബയോട്ടിക് ഫുഡ് സയന്റിസ്റ്റ് ഡോക്ടർ ഷീബ വെള്ളത്തൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ അർപ്പൺ സുബ്ജിത്ത്, റഫീഖ് ഒളിമ്പ്യൻ, ഡോക്ടർ ഷീബ വെള്ളത്തൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തളി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ശൈലാബ്ദീശ്വര സംഗീതോത്സവത്തിൽ ഭജന അവതരിപ്പിച്ച് രാഗമാലിക ടീം. ബിന്ദു ഭൂഷന്റെ നേതൃത്വത്തിൽ 8ഓളം ഗായികമാർ വേദിയിൽ ഭക്തിനിർഭരമായി ഭജന പാടി. കോഴിക്കോട് തളി മഹാക്ഷേത്രത്തിൽ ദ്രവ്യകലശ ചടങ്ങുകൾക്ക് തുടക്കമായി. കലശത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ ശൈലാബ്ദീശ്വര സംഗീതോത്സവം 3 ദിവസങ്ങളിലായി അരങ്ങേറി. സംഗീതോത്സവത്തിൽ ബിന്ദു ഭൂഷന്റെ നേതൃത്വത്തിൽ രാഗമാലിക ഭജൻ ടീം സംഗീത പരിപാടി അവതരിപ്പിച്ചു. ബിന്ദു ഭൂഷൺ, ബീന ഹരീഷ്, നിഷ ബൈജു, സുഷമ രാജ്, ഷാഹിദിനി വാസു, സിന്ധു രാംദാസ്, ശ്രീജ സതീഷ്, കവിത അരുൺ, അഞ്ജു കുമരേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കോഴിക്കോട്ട് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉപവാസം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി BJP ദേശീയ പ്രസിഡന്റ് JP നഡ്ഡ കോഴിക്കോട്ട്. പ്രാർത്ഥനകളിൽ പ്രാധാന്യത്തോടെ മുസല്ല. അന്യരെ സ്നേഹിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണമെന്ന് എഴുത്തുകാരൻ PR നാഥൻ. കോംട്രസ്റ്റ് കണ്ണാശുപത്രിയുടെ സൗജന്യ നേത്ര ചികിത്സാ വിഭാഗം പ്രയാണം തുടങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.